ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ 7 തോൽവികൾ വഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ മികച്ച രൂപത്തിൽ മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു. പക്ഷേ പതിവ് പോലെ അവസാനത്തിൽ എല്ലാം കൊണ്ടുകളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ താരങ്ങളും പരമാവധി ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ സ്ക്വാഡ് ഇപ്പോഴും ശക്തമല്ല. അതിൻ്റെ ഒരു ദൗർബല്യം നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് മികച്ച പകരക്കാരൊന്നും ബെഞ്ചിൽ ഇല്ലാത്തത് വലിയ ഒരു തിരിച്ചടിയാണ്. ഏതായാലും ഈ തോൽവിയെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതായത് അവസാന നിമിഷത്തിൽ മോഹൻ ബഗാൻ നന്നായി സമ്മർദ്ദം ചെലുത്തിയെന്നും അവിടെയാണ് യഥാർത്ഥത്തിൽ പിഴച്ചു പോയത് എന്നുമാണ് സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദൗർഭാഗ്യം തടസ്സമായി എന്ന കാര്യവും ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ല നിലയിലാണ് ഞങ്ങൾ മത്സരം ആരംഭിച്ചത്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു ഗോൾ വഴങ്ങേണ്ടി വന്നു. രണ്ടാം പകുതിയിൽ ഞങ്ങൾ മത്സരത്തെ സമീപിച്ച രീതിയും മികച്ചതായിരുന്നു. ഞങ്ങൾ പന്ത് കൈവശം വെച്ച രീതി, അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത രീതി, ഞങ്ങൾ വർക്ക് ചെയ്ത രീതി, അതൊക്കെ മികച്ചതായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ അർഹിച്ചിരുന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ അവർ വല്ലാതെ സമ്മർദ്ദം ചെലുത്തി. അവിടെയാണ് ശരിക്കും ഞങ്ങൾക്ക് പിഴച്ചത്. ആൽബർട്ടോയുടെ ആ ഒരു ഷോട്ട്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ദൗർഭാഗ്യകരമായിരുന്നു. നിർഭാഗ്യം ഞങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്നുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചു വരിക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ മുഹമ്മദൻ SCയെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ചയാണ് ഈ ഒരു നിർണായക മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.